today we are going to see the electrode potential of a cell. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു. A potential difference between the electrode and the electrolyte. Potential difference between the electrode and the electrolyte. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. And if the concentrations are under standard conditions, it is known as standard electrode potentials. സാധാരണഗതിയിൽ 298 കെൽവിൻ 1 മോളാർ കോൺസെൻട്രേഷൻ, ഗ്യാസസ് ആണെങ്കിൽ 1 atmospheric pressure. ഇത്രയുമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. And we know there are two electrodes, anode and cathode. Anode is the electrode at which oxidation takes place and cathode at which reduction takes place. ഇതാണ് സാധാരണ ആനോഡും കാഥോഡുമായിട്ട് എടുക്കാറുള്ളത്. ഇതിൽ ആനോഡിലുള്ള പൊട്ടൻഷ്യലിനെ ആനോഡ് പൊട്ടൻഷ്യൽ എന്നും കാഥോഡിലുള്ള പൊട്ടൻഷ്യലിനെ കാഥോഡ് പൊട്ടൻഷ്യൽ എന്നും പറയും. ഓക്കെ, അതായത് ഓക്സിഡേഷൻ നടക്കുന്ന ഭാഗത്ത് ആനോഡ് പൊട്ടൻഷ്യൽ, അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ നടക്കുന്ന ഭാഗത്ത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ട്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. So what will be the potential of the cell? Potential of the cell, E of cell എന്ന് നമ്മൾ എഴുതും. അതിൽ 0 എന്ന് എഴുതുന്നത് E0 cell എന്ന് വായിക്കുന്നത്, that is the standard potential of the cell. Standard potential of the cell. അപ്പോൾ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോഡ്സ് ഓഫ് ദ ഗാൽവനിക് സെൽ. അതാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്. വോൾട്ടിലാണ് മെഷർ ചെയ്യാറ്. ഓക്കെ, സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി കാഥോഡ് ആൻഡ് ആനോഡ്. കാഥോഡ് ആൻഡ് ആനോഡ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വൺ, കാഥോഡ് ആൻഡ് ആനോഡ്. പക്ഷെ ഇവിടെ കാഥോഡും ആനോഡിന്റെയും പൊട്ടൻഷ്യൽസ് നമ്മൾ രണ്ടെണ്ണമായിട്ട് പറയുന്നത് കൊണ്ട്, അത് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലുമായിട്ട് പറയുന്നത് കൊണ്ട്, യൂഷ്വലി വി ആർ ടേക്കിംഗ് എ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ to find out the difference between these two. ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ അതിന് പറയുക. മനസ്സിലായില്ലേ? അതിനുവേണ്ടി നമ്മൾ സാധാരണ എടുക്കാറുള്ളത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ആനോഡിന്റെയും കാഥോഡിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിനെ നമ്മൾ EMF എന്ന് പറയും. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. EMF ഓഫ് ദ സെൽ, ദാറ്റ് ഈസ് എ സെൽ പൊട്ടൻഷ്യൽ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ പറയുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് എന്ന് എഴുതും. ഇനി ഇത് സെല്ലിന്റെ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് എങ്കിൽ, സെല്ലിന്റെ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാം? സെല്ലിന്റെ റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം കാഥോഡ്, ആദ്യം ആനോഡ്, പിന്നെ കാഥോഡ്. ഉദാഹരണത്തിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഡാനിയൽ സെല്ലാണ്. ഈ ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതുമ്പോൾ ആനോഡിന്റെ റെപ്രസെന്റേഷൻ ആദ്യം എഴുതും, പിന്നെ കാഥോഡിന്റെ എഴുതും. ഉദാഹരണത്തിന് ഈ ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതുകയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് എഴുതുക? Zn, സിങ്ക് ആദ്യ ഇലക്ട്രോഡാണ് കേട്ടോ എഴുതുക. ആനോഡ് എഴുതുമ്പോൾ Zn ബാർ ഒരു വര, ആ ബാറിൽ ശേഷം പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് ആനോഡിന്റെ അയോണാണ്, Zn2+. അത് ആ ഇലക്ട്രോലൈറ്റിലാണല്ലോ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ Zn ബാർ Zn2+. ഓക്കെ, ഇപ്പൊ ആനോഡ് പോർഷൻ കഴിഞ്ഞു. ഇനി ഡബിൾ ബാർ, 2 വര. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡബിൾ ബാർ സൂചിപ്പിക്കുന്നത് അതിന്റെ സോൾ ബ്രിഡ്ജ് ആണ്. ഇറ്റ് ഈസ് കണക്ടിങ് വിത്ത് ദി കാഥോഡ് എന്ന് പറയാൻ വേണ്ടി. റൈറ്റ്, ഇനി നമ്മൾ എഴുതുന്നത് Cu2+ ബാർ Cu. Cu2+ ബാർ Cu. അപ്പോൾ Cu2+ എന്ന് പറയുന്നത് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ആണ്, Cu എന്ന് പറയുന്നത് കാഥോഡാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ സെല്ല് റെപ്രസെന്റ്. അപ്പോൾ ആദ്യം ആനോഡാണ്, പിന്നെ കാഥോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എഴുതുമ്പോഴും നമുക്കത് ശ്രദ്ധിക്കണം. കാരണം E of cell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E of cathode മൈനസ് E of anode ആണ്. ഈ സെൽ റെപ്രസെന്റേഷനിൽ കാഥോഡ് എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലും ആനോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ആയതുകൊണ്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതും. ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അത് നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കേസിലാണ് എങ്കിൽ അതിന് നമ്മൾ ഈ Cu2+ ബാർ Cu മൈനസ് ഈ Zn2+ ബാർ
Zn എന്ന് എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ അത് റിഡക്ഷൻ ആയിട്ട് എഴുതിയതുകൊണ്ടാണ് നമ്മൾ എന്താ എഴുതിയുള്ളത്, Cu2 പ്ലസ് ബാർ Cu എന്ന് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ Zn2 പ്ലസ് ബാർ Zn എന്ന് എഴുതിയിട്ടുള്ളത് റിഡക്ഷൻ സൈഡിലേക്ക്. ഓക്സിഡേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എന്ത് എഴുതിയുള്ളത്, Cu2 പ്ലസ് Zn ബാർ Zn2 പ്ലസ് എന്ന് നമ്മൾ എഴുതിയത് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ. രണ്ടും തമ്മിൽ മാറിപ്പോയത്. അത് നമ്മൾ Eؤcell എഴുതുമ്പോൾ നമ്മൾ E of Cu2 plus bar Cu minus E of Zn2 plus bar Zn2 plus bar Zn അത് എഴുതാനുള്ള കാരണം നമ്മൾ റിഡക്ഷനിലേക്ക് മാറ്റിയതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ കോപ്പറിന്റെ വാല്യൂ 0.34 വോൾട്ട് എന്നാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.76 മൈനസ് 0.76. ആക്ച്വലി അതിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ 0.76 വോൾട്ട് ആയിരുന്നു. ഇത് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞപ്പോൾ അതിന്റെ സൈൻ മാറ്റണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈൻ മാറ്റി, അപ്പോൾ സൈൻ മാറ്റിയപ്പോൾ അതെന്തായി, മൈനസ് 0.76 എന്നായി. സോ ഇറ്റ് ഈസ് 0.34 മൈനസ് ഓഫ് മൈനസ് 0.76, ദാറ്റ് ഈസ് 1.1 വോൾട്ട്. അതാണ് നമ്മൾ ഇതിന്റെ വോൾട്ടേജ് 1.1 ആണ് എന്ന് നമ്മൾ നേരത്തെ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ, EMF ഓഫ് ദ സെൽ. ഓക്കെ, ഇതുപോലെ നമുക്ക് മറ്റ് സെല്ലുകൾ കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കോപ്പറും സിൽവറും കൂടി വെച്ചിട്ടുള്ള സെല്ലാണ് എങ്കിൽ ഇവിടെ റിഡക്ഷൻ വരുന്നത് കോപ്പറിനല്ല, സിൽവറിനാണ്. കോപ്പർ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കോപ്പർ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മള് പിന്നെ E ഓഫ് കാഥോഡ് എന്ന് പറയുന്നത് E ഓഫ് സിൽവർ മൈനസ് E ഓഫ് കോപ്പർ ആയിട്ടാണ് അത് വരിക. കാഥോഡ് മൈനസ് ആനോഡ് എന്ന് എഴുതുമ്പോൾ E ഓഫ് സിൽവർ മൈനസ് E ഓഫ് കോപ്പർ എന്നുള്ളതാണ് വരിക. അപ്പൊ E ഓഫ് സിൽവർ എന്ന് എഴുതുമ്പോൾ സിൽവർ എന്ന് മാത്രമല്ല എഴുതാന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനത് പറയുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇനി പറയുന്നിടത്തൊക്കെ അങ്ങനെയാണ് പറയുക. അത് റിഡക്ഷൻ ആയിട്ട് എഴുതാം, Ag പ്ലസ് ബാർ Ag. പിന്നെ കോപ്പർ എഴുതുമ്പോൾ Cu2 പ്ലസ് ബാർ Cu. ഓക്കെ, ഇതൊന്നുമല്ല നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോഡിന്റെയും പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോഴല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്നിന്റെയും പൊട്ടൻഷ്യൽ നമുക്കറിയണം. അപ്പോഴേ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ദ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ഹാഫ് സെൽ കനോട്ട് ബി മെഷേർഡ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒരു ഹാഫ് സെല്ലിന്റെ, എന്താണ് ഹാഫ് സെൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് സെൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ രണ്ട് ബീക്കറിലായിട്ട് വെച്ചത് നമ്മൾ ഡാനിയൽ സെല്ലിന്റെ പിക്ചറിലെ പ്രസന്റേഷൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇതിന് ഓരോന്നും ഹാഫ് സെല്ല. ഓക്സിഡേഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ ഹാഫ് സെൽ, റിഡക്ഷൻ നടക്കുന്നത് റിഡക്ഷൻ ഹാഫ് സെൽ. അതിനാണ് ഹാഫ് സെൽ എന്ന് പറയാം. ഈ രണ്ട് ഹാഫ് സെല്ലുകളുടെയും പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളെ സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ ചോദ്യം അതാണ്, അപ്പൊ നമുക്ക് ഈ ഓരോ ഹാഫ് സെല്ലിന്റെയും പൊട്ടൻഷ്യൽ അറിയണമല്ലോ. അതിനെന്താ വഴി? അത് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതാ സിങ്കിന്റെ ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇതാ കോപ്പറിന്റെ ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? വി ക്യാൻ മെഷർ ഓൺലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്കൊരു EMF വോൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒരു ഹാഫ് സെല്ലിൽ ഒരു ഇലക്ട്രോഡും ഒരു ഇലക്ട്രോലൈറ്റും ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴേ രണ്ടെണ്ണം വേറെ വേറെ കിട്ടിയാലല്ലേ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കിട്ടും. ഡിഫറൻസ് കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയെന്ന് പറയാൻ. പക്ഷെ നമുക്ക് ഓരോന്നിന്റെയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ സെല്ല് യൂസ് ചെയ്യും. ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുക്കും. ഇറ്റ് ഈസ് ആർബിട്രറിലി ചൂസ് ആസ് 0, ടേക്കൺ ആസ് 0. അങ്ങനത്തെ സെല്ലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ്, മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ അത് 0 ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. 0 ആയിട്ട് അങ്ങോട്ട് എടുത്തു, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഇനി അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, എന്താണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്? ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് പോലത്തെ ഒരു ട്യൂബ് ഇൻവേർട്ട് ചെയ്ത് വെച്ചേ. അതിന് ഒരു ഹോള് മുകളിലുണ്ട്, താഴെ ഓപ്പണിംഗ് ഉണ്ട് സ്വാഭാവികമായിട്ട്. ഇതിലേക്ക് നമ്മളൊരു പ്ലാറ്റിനം വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻസേർട്ട് പ്ലാറ്റിനം വയർ, and at the tip of that platinum wire there is a
platinum surface, a platinum foil which is coated with platinum black. It is to increase the surface area. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഒരു പ്ലാറ്റിനം വയർ, ആ പ്ലാറ്റിനം വയറിൻ്റെ അറ്റത്ത് ഒരു പ്ലാറ്റിനം ഷീറ്റ് വിത്ത് സ്പെസിഫിക് സർഫസ് ഏരിയ, ഒരു പ്രത്യേക സ്പെസിഫിക് ഏരിയ, ആൻഡ് വിച്ച് ഈസ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. റൈറ്റ്. ഇതിന്റെ മുകളിൽ കൂടെ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടണം. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ ആണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ് ടു പാസ് ഹൈഡ്രജൻ ത്രൂ ദിസ് വൺ. അതിനാണ് ആ ഓപ്പണിംഗ്. അതിലൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും. ആ ഗ്യാസ് 1 atmosphere പ്രഷറിലാണ് സാധാരണ പാസ് ചെയ്യുക. ഓക്കെ. ആൻഡ് ദി ഹോൾ സെറ്റപ്പ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ആൻ ആസിഡ് സൊല്യൂഷൻ. This whole setup is dipped in an acidic solution. And the concentration of this acidic solution is unity, 1 mole per liter. 1 molar solution. And the pressure of the gas is 1 atmospheric pressure. Pressure of the hydrogen gas which is passed through this one, which is bubbled through this one. ഇത് മുക്കി വെച്ചിട്ട് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ബബിൾ ചെയ്യുക, ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. So the electrode is dipped in an acidic solution and pure hydrogen is bubbled through it. And the concentration of both the reduced and oxidized forms of hydrogen is 1 molar. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് ഇതിന്റെ എന്ത് പറയുന്നത് സെറ്റപ്പ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ സെറ്റപ്പ്. സോ യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ് വൺ. ഇത് മറക്കരുത്. ഇതിന്റെ സെറ്റപ്പ് എന്താണെന്നുള്ളത് മറക്കരുത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ. ഇങ്ങനെ വരച്ചാലും മതി. മനസ്സിലായില്ലേ? അപ്പോൾ 298 കെൽവിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് 298 കെൽവിൻ 25 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലാണ് നമ്മൾ പറയുക. 1 atmospheric പ്രഷർ, 1 മോളാർ കോൺസെൻട്രേഷൻ, എല്ലാം കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇനി നമ്മൾ അപ്പോൾ ഇതിന്റെ വോൾട്ടേജ് എത്രയാണ്? ഇതിന്റെ EMF എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് വേറൊന്നും അതിൽ അസ്യൂം ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് 0. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ നമുക്കൊരു ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ്. ആക്ച്വലി ഇതൊരു റെഫറൻസ് ഇലക്ട്രോഡാണ്. ഇതുമായി കമ്പയർ ചെയ്തിട്ട് വേണം മറ്റേ ഇലക്ട്രോഡിന്റെ വി ക്യാൻ കണക്ട് ദിസ് വിത്ത് സം അതർ ഇലക്ട്രോഡ്സ്, ഹാഫ് സെൽസ്. നമുക്കിത് വേറെ ഏത് ഹാഫ് സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം. ഏത് ഹാഫ് സെല്ലുമായിട്ട് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതിന്റെ വോൾട്ട് 0 ആണ്, ഇതിന്റെ EMF 0 ആണ്. സോ ഹിയർ വി ഹാവ് എ സെറ്റപ്പ് where the standard hydrogen electrode is connected with the zinc electrode. Zinc electrode-ഉമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, zinc electrode-ഉമായിട്ട് കണക്ട് ചെയ്തു. എന്താണ് സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. Where the in the zinc side oxidation takes place. Oxidation ആണ് നടക്കുന്നത്. In the zinc side oxidation takes place where zinc converted to zinc 2+ ions. And on the other half cell, ആ അതർ ഹാഫ് സെൽ ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയിട്ടുള്ളത്. On the other half cell which is standard hydrogen electrode, normally we can assume that reduction takes place there. അവിടെ റിഡക്ഷൻ ആയിരിക്കണം നടന്നുണ്ടാവുക എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം സിങ്കിന്റെ കേസിൽ അവിടെ ഓക്സിഡേഷൻ ആണ് നടന്നിട്ടുള്ളത്. സോ ഹൈഡ്രജൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഹൈഡ്രജനിൽ എന്താ റെഡ്യൂസ് ചെയ്യാനുള്ളത്? സൊല്യൂഷനിലുള്ള H+ അയോൺസ് ഈ സിങ്കിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. Right. That is the reduction half cell. Where its potential is 0. അതിന്റെ പൊട്ടൻഷ്യൽ 0 എന്ന് നമുക്കറിയാം. Right. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. The overall reaction is zinc plus 2H+. രണ്ടും കൂടി ചേർത്ത് എഴുതണമല്ലോ, കൂട്ടി എഴുതണമല്ലോ. Give zinc 2+ plus H2. ഇവിടെ ഹൈഡ്രജൻ അല്ലേ ഉണ്ടാവുന്നത്. രണ്ട് ഇലക്ട്രോൺസും മ്യൂച്വലി ക്യാൻസൽ ചെയ്തു പോകുന്നത്. ഇതാണ് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ സെല്ല് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ കഴിയുക? ഹൗ ടു റെപ്രസെന്റ് ദ സെൽ? സെല്ല് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ സെല്ല്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എഴുതാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ സാധാരണ നമ്മൾ എഴുതല് ഇതിൽ ഹൈഡ്രജൻ ആണ്, ഗ്യാസ് ആണ്. അപ്പൊ അതിനൊരു സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഇലക്ട്രോഡ് വേണമല്ലോ. അത് ഇവിടെ നമ്മൾ പ്ലാറ്റിനം ആയിട്ട് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഹൈഡ്രജന്റെ മാത്രം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: പ്ലാറ്റിനം ബാർ അല്ലെങ്കിൽ സ്ലാഷ് ഏതായാലും മതി, H2 ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്.
again a slash H plus. H plus. അതാണല്ലോ അയോൺ. ഇലക്ട്രോലൈറ്റിൽ H plus ആണല്ലോ അതുകൊണ്ട്. അപ്പം മറ്റേത് ഹൈഡ്രജനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത്? പ്ലാറ്റിനം എന്ന എഴുതി. PT bar H2 bar H plus. ഇത് റിഡക്ഷൻ ആയിട്ടായാലും ഓക്സിഡേഷൻ ആയിട്ടായാലും നമ്മൾ തരം പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറ്റി മാറ്റി എഴുതാം. ശരി, അപ്പൊ ഇത് എങ്ങനെ എഴുതാം? ഇപ്പൊ എഴുതിയത് എങ്ങനെ എഴുതാം? ഏത്? സിങ്കും ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും. സിങ്ക് ഓക്സിഡൈസ് ചെയ്യുന്നതാണല്ലോ, അത് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. സിങ്ക് ബാർ സിങ്ക് 2 പ്ലസ്, സിങ്ക് ബാർ സിങ്ക് 2 പ്ലസ് അല്ലേ? ഇനി ഡബിൾ ബാർ അതെന്തിനുള്ളതാ? അത് നമ്മുടെ സാൾട്ട് ബ്രിഡ്ജിനുള്ളതാണ്, ഡബിൾ ബാർ. ഇനി റിഡക്ഷൻ എഴുതണം, അതെന്താണ്? ഹൈഡ്രജൻ്റെയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഡബിൾ ബാർ കഴിഞ്ഞിട്ട് H പ്ലസ് ബാർ H2 ഗ്യാസ് ബാർ പ്ലാറ്റിനം. റിഡക്ഷൻ ആയി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. PT ബാർ H2 ബാർ H പ്ലസ് ഡബിൾ ബാർ Zn2 പ്ലസ് ബാർ Zn അല്ലെ സ്ലാഷ്. ഓക്കെ, ഇപ്പൊ ഹൈഡ്രജൻ ഇത് കോപ്പറിന്റെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ പ്ലസ് 0.76 വോൾട്ട് ആണ് കിട്ടുക, പ്ലസ് 0.76. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എന്താണ്, ഓക്സിഡേഷൻ ആണ്. ഇതെങ്ങനെയാ ഈ പ്ലസ് 0.76 കിട്ടിയിട്ടുണ്ടാവുക നമ്മുടെ കാൽക്കുലേഷനിൽ? അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതാം. എന്ത്? E of cell is equal to E of cathode minus E of anode. E of cathode minus E of anode. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി അല്ലേ? ഇതില് ആനോഡ് ആണ് സിങ്ക്, കാഥോഡ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. മനസ്സിലായല്ലോ? ഈ സെറ്റപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.76 എന്നാണ് കിട്ടുക വോൾട്ടേജ്, 0.76. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ E of cell 0.76 ആണ്. സോ 0.76 ഈക്വൽസ് E of cathode, അതിവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്, 0 ആണ്. ഇവിടെ എന്നല്ല, എവിടെയായാലും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് 0 ആണ്. അപ്പോൾ 0.76 ഈക്വൽസ് 0 മൈനസ് വേണ്ടേ, മൈനസ് ഇനി എന്ത് എഴുതണം? പോയിന്റ്, ഈ വാല്യൂ ആണ് അവിടെ വരേണ്ടത്. അതായത് 0 മൈനസ് E of anode എന്നാണ് എഴുതേണ്ടത്, E of anode. അപ്പോൾ E of anode മാത്രമായിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് വരും? 0 മൈനസ് 0.76. അപ്പോൾ മൈനസ് 0.76 ആണ് E of anode റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ, സിങ്കിന്റെ വാല്യൂ എന്ന് പറയുന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 0.76. അതാണല്ലോ നേരത്തെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത്. ഇവിടെ കാൽക്കുലേഷന് വേണ്ടി എടുത്തത് കണ്ടില്ലേ? ഈ വാല്യൂ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ കൊടുത്ത ഈ സിങ്ക് ഇലക്ട്രോഡില്ലേ, ഈ സിങ്ക് ഇലക്ട്രോഡിന്റെ ഇപ്പുറത്ത് നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? നമ്മൾ ഉപയോഗിച്ചത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അത്രേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് മൈനസ് 0.76. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ഓക്സിഡേഷൻ ആണ് വെച്ചാൽ പോസിറ്റീവ് ആണ്, റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ സിങ്കിന്റെയും കാണാം. അപ്പൊ നമ്മൾ ഈ സെറ്റപ്പ് ഒന്ന് തിരിച്ചു വരയ്ക്കുന്നു മാത്രം. റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിന്റെ സൈഡിലേക്ക് ആക്കി മാറ്റും. അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ഈ സെൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ സെല്ലിനെ നമ്മൾ വരച്ചാലും മതി, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്പൊ എങ്ങനെ പറയാം? ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ പറയാം? ഇതിന്റെ റെപ്രസെന്റേഷൻ PT ബാർ H2 ബാർ H പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ സെൽഫ് റെപ്രസെന്റ് ചെയ്യുക. റൈറ്റ്, ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.34 ആയിരിക്കും. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ഇസ് ഈക്വൽ ടു 0.34. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂ കണ്ടുപിടിച്ചാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇപ്പൊ ഇത് വേറെ ഒരു ഇക്വേഷൻ എഴുതിയതാണ്. നമ്മൾ കോപ്പറിന്റെ ഇവിടെ എഴുതിയത് ഇറ്റ് ഈസ് വെരി ക്ലിയർ. E0 is equal to 0.34 വേഴ്സസ് SHE എന്ന് എഴുതിയ SHE 0 ആയതുകൊണ്ടാണ് ഇത് 0.34 എന്ന് കാണിക്കുന്നത് എന്ന് എഴുതിയത്. ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ ഓരോ വാല്യൂസ് നമുക്ക് കിട്ടും. ഇപ്പൊ കോപ്പറും സിങ്കും മാത്രമല്ല, മറ്റ് പലതിനും ഈ വാല്യൂസ് ഉണ്ട്. എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇതേപോലെ വാല്യൂസ് ആയിട്ട് എഴുതാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആയിട്ട് എഴുതാം. അങ്ങനെ എലമെന്റ്സിന്റെ എല്ലാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസും നമ്മൾ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സീരീസ് കിട്ടും. മനസ്സിലായില്ലേ? ഒരു സീരീസ് കിട്ടും. ആ സീരീസിനെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദി
series in which various electrodes are arranged in the order of their reduction potential. Order of their reduction potential. ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പറയുന്നതുകൊണ്ട് അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ഏറ്റവും കൂടിയ റിഡക്ഷൻ ഉള്ളത് ആദ്യം എഴുതുന്നു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ഇറ്റ് ഈസ് ദി സീരീസ് ഇൻ വിച്ച് ദി ഇലക്ട്രോഡ്സ് ആർ അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. എങ്ങനെ എഴുതിയാലും നമുക്ക് വിരോധമൊന്നുമില്ല. ഇൻ ദ ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂസ്, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി എ സീരീസ് ദാറ്റ് ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദീസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ്. Standard electrode half cell potentials at 298 Kelvin. Fluorine having the highest value plus 2.87. 2.87. Okay. Then it is decreasing. അങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്ന വാല്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത്. And here you can see a value. It is written in the blue letters. You can see it is 0. So there should be a value 0 in this particular series. ഇതിൽ ഏറ്റവും കുറവുള്ളത് നമുക്ക് ലിഥിയം -0.35. മനസ്സിലായില്ലേ? ഒരു 0 ഉണ്ടാവും. എന്തുകൊണ്ടാണ് 0 വരുന്നത്? കാരണം ഈ 0നെ കമ്പയർ ചെയ്തിട്ടാണല്ലോ ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് ആ 0 എന്നുള്ളത്. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് പിന്നെ ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതല്ലേ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ഹാഫ് സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ അതർ ഹാഫ് സെല്ലായിട്ട് വെക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. അപ്പൊ അതുമായി താരതമ്യം ചെയ്തിട്ടാണ്. അപ്പൊ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ ഫ്ലൂറിന് എത്ര, ലിഥിയത്തിന് എത്ര എന്ന് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ കോപ്പറിന് എത്ര, അല്ലെങ്കിൽ നോക്കൂ കോപ്പറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് Cu2+ പ്ലസ് ഇലക്ട്രോൺ യൂസ് 0.35. ഓക്കെ, അപ്പോൾ ഓരോ വാല്യൂസ് നമ്മളിവിടെ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ഓൾ ദീസ് വാല്യൂസ് ഡിപ്പെൻഡ് അപ്പോൺ ദി 0.34 2 ഇലക്ട്രോണിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. 0.34 2 ഇലക്ട്രോണിന്റെ കണ്ടു. അപ്പൊ ഈ 0.34 ആണ് എന്ന് പറയുന്നത് ഇത് പിന്നെ കുപ്രിക് അയോൺസിന്റെ 0.34. അപ്പോൾ 0.34 ആണ് എന്ന് കണ്ടുപിടിച്ചത് ഈ ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. മനസ്സിലായില്ലേ? സിങ്കിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് Zn2++ 2 ഇലക്ട്രോൺ യൂസ് സിങ്ക് -0.76. ഇതെല്ലാം കണ്ടുപിടിച്ചത് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്, മേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഹൈഡ്രജനുമായി കമ്പയർ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. റൈറ്റ്. സോ സച്ച് എ ടൈപ്പ് ഓഫ് സീരീസ് ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ സീരീസ് ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സീരീസ് എന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ? ഇനി ഈ സീരീസ് കൊണ്ട് ഒരു ചെറിയൊരു ഗുണമുള്ളത് എന്താ അറിയോ? ഇത് ആക്ച്വലി ഒരു ആക്ടിവിറ്റി സീരീസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന, ഓക്സിഡേഷൻ നടക്കുന്നത്, റിഡക്ഷൻ നടക്കുന്നതുമായിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഒരു സീരീസും കൂടിയായത്. സോ ദിസ് സീരീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായല്ലോ? ഓരോന്നിന്റെ ആക്ടിവിറ്റി മാത്രമല്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സീരീസ് ഓഫ് എലമെന്റ്സ്, ഈ എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡ്സിന്റെ സീരീസ് വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് യു ക്യാൻ മേക്ക് യുവർ ഓൺ സെൽ. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. യു ക്യാൻ കൺസ്ട്രക്ട് എ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് വൺ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് your cell's potential. You can construct a cell with the help of this one and you can theoretically find out the voltage that is coming out from that cell. നിങ്ങൾക്ക് തന്നെ ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. പ്രാക്ടിക്കലി അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ സെക്കൻഡറി ആണ്, ഇല്ലേ? പരമാവധി പൊട്ടൻഷ്യൽ ഉണ്ടാക്കാവുന്ന ഇപ്പൊ ലിഥിയവും ഫ്ലൂറിനുമാണ് ചേർക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് മാക്സിമം പൊട്ടൻഷ്യൽ. അതെത്രയാ? 2.87 + 3.05 എന്ന് കിട്ടും. ഇത്രയും വലിയ പൊട്ടൻഷ്യൽ ഉള്ള സെല്ല് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് പ്രാക്ടിക്കലി അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുക തന്നെ വേണം. തിയറട്ടിക്കലി യു ക്യാൻ കൺസ്ട്രക്ട്. നടക്കുമോ എന്നുള്ളത്, അതിൽ കാഥോഡ് ഏതാണ്, ആനോഡ് ഏതാണ്, റിയാക്ഷൻ എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ആക്ടിവിറ്റി സീരീസ്. ബാക്കിയുള്ളത് പിന്നെയല്ലേ, അത് പിന്നെ നോക്കിയാൽ മതിയല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഈ ആക്ടിവിറ്റി സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഫ്ലൂറിൻ ഈസ് ദ ഹയസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂറിൻ ഈസ് ദ ഹയസ്റ്റ്. ഇത് 2.87 and it is the strongest oxidizing agent. നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റാ. കാരണം അത് ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുമല്ലോ. അപ്പൊ മറ്റേ സാധനത്തിന് ഓക്സിഡേഷൻ നടക്കില്ലേ? അതുകൊണ്ടാണല്ലോ അതിന് ഓക്സിഡൈസ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആരെയും ചോദിച്ചാൽ അങ്ങനെ പറയാം. ദിസ് ഹാവിംഗ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ,
And fluoride ion is the weakest reducing agent. അപ്പോൾ fluoride ion ആണ് ഏറ്റവും weak reducing agent. ഏറ്റവും strong oxidizing agent എന്ന് പറഞ്ഞാൽ ഏറ്റവും weak reducing agent. ഇനി ലിഥിയത്തിലേക്ക് പോയാലോ, അത് is the extreme end of the other one. അതെന്താ, ഓക്സിഡൈസിങ് ആണോ റിഡ്യൂസിങ് ആണോ? ഇതിനാണ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത് ലിഥിയത്തിനാണ്. ലിഥിയം ഈസ് ദ വീക്കസ്റ്റ് ഓക്സിഡൈസിങ്. ഓക്സിഡൈസ് ചെയ്യല്ല, വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസ് ചെയ്യും, ഓക്സിഡൈസിങ് ഏജന്റ്. ബട്ട് ലിഥിയം മെറ്റൽ ഈസ് ദി മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. It is a powerful reducing agent. കാരണം it can give out electron easily because this is having highest oxidation potential. Lowest reducing potential എന്ന് പറഞ്ഞാൽ highest oxidation potential in solution. അതുകൊണ്ടാണ് അത് ഏറ്റവും താഴെ കിടക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ this particular series is used for determining pH of solutions, solubility product, equilibrium constant. ഇങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സീരീസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീരീസ്. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് വെച്ചിട്ട് പലതും ചെയ്യാവുന്ന നമ്മൾ ഇപ്പൊ പറയണ്ടായി. ഓക്കെ, ശരി. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സെല്ലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി സെല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ സെല്ല്, അതിന്റെ പൊട്ടൻഷ്യൽ, അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ സീരീസ്, ഇത് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഇത്ര കോൺസെൻട്രേഷൻ, ഇത്ര പ്രഷർ, ഇല്ലേ, ഇതൊക്കെ പറയുന്നുണ്ട്, ടെമ്പറേച്ചർ, ഇതെല്ലാം പറയുന്നുണ്ട്. സോ ദർ ഈസ് എ ഡിപ്പെൻഡൻസി ഓഫ് പൊട്ടൻഷ്യൽ ഓവർ ദ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ എക്സെട്ര. പ്രഷർ വരുന്നത് ഈ ഗ്യാസ് വരുമ്പോഴാണ്. അതർവൈസ് നമ്മൾ പ്രഷർ മെൻഷൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ബട്ട് വി ഹാവ് ടു മെൻഷൻ ദ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. സോ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ആസ് വെൽ ആസ് ടെമ്പറേച്ചർ. സോ ദർ വിൽ ബി ആൻ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ് ഓൾ ദിസ്. ഒരു ഇക്വേഷൻ വേണമല്ലോ അങ്ങനെയാണെങ്കിൽ. ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ നെർൻസ്റ്റ്. ഇതൊരു വലിയ ഇക്വേഷനാണ്, an important equation. വലിപ്പം കൊണ്ട് വലുതെന്ന് പറഞ്ഞല്ല. Nernst equation is very much important in the case of electrochemistry. Nernst. Nernst equation. Nernst proposed this equation that relate the electrode potential and the concentration of the solution. Electrode potential and the concentration of the cell. Electrode potential മാത്രമല്ല, അതിന്റെ കോൺസെൻട്രേഷൻ കൂടി റിലേറ്റ് ചെയ്യണ്ടായി. ഓക്കെ, പൊട്ടൻഷ്യൽ കാണാൻ നമുക്ക് മെത്തേഡ്സ് ഇപ്പൊ കണ്ടല്ലോ. നമ്മൾ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മളെ വോൾട്ട്മീറ്റർ എന്തെങ്കിലും വെച്ചിട്ട് വോൾട്ടേജ് കാണുന്നു, നമുക്ക് വോൾട്ടേജ് കിട്ടും, പൊട്ടൻഷ്യൽ കിട്ടും. ദാറ്റ് ഇസ് വെരി സിമ്പിൾ. പക്ഷെ നമ്മളെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ വളരെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. 1 atmospheric പ്രഷർ, 1 molar കോൺസെൻട്രേഷൻ, 298 Kelvin, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അതർവൈസ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നെർൻസ്റ്റ് ഇതിനെ ഒരു ഇക്വേഷൻ വൈസ് ചെയ്തു. ആ ഇക്വേഷൻ ഇതാണ്. അത് Mn പ്ലസ് എന്നുള്ള മാംഗനീസ് അല്ല കേട്ടോ, അത് Mn+ ആണ്. അതിന് സബ്സ്ക്രിപ്റ്റ് ആവാൻ, സൂപ്പർസ്ക്രിപ്റ്റ് ആക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ Mn+ എന്നുവെച്ചാൽ മെറ്റലിന്റെ ആയി. അപ്പൊ Zn 2+ എഴുതിയ പോലെ, Zn 2 അല്ലെങ്കിൽ Cu2+ എന്നൊക്കെ എഴുതിയ പോലെ, അത്ര ഉദ്ദേശിച്ചു. N+ ചാർജ് ഉണ്ടായി, പ്ലസ് N ഇലക്ട്രോൺസ്. അപ്പൊ റിഡക്ഷൻ നടന്നു, ആ മെറ്റൽ കിട്ടി. അപ്പൊ ഇത് നമ്മൾ സിങ്കിനും കോപ്പറിനും അപ്ലൈ ചെയ്ത് നോക്കുക. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu, അല്ലെങ്കിൽ Zn 2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Zn. ഓക്കെ, റിഡക്ഷൻ. ആ ഇക്വേഷൻ വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ എന്താ? ഇത് ആനോഡിനും കാഥോഡിനും വേറെ എഴുതി കമ്പൈൻ ചെയ്യിച്ച ഇക്വേഷനാണ്. ഞാനത് ഫുള്ളായിട്ട് പറയുന്നില്ല. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് E ഓഫ് ദാറ്റ് സെൽ? അപ്പൊ ആ സെൽ എന്താ? ഇതായിരുന്നു നമ്മുടെ ആ സെൽ. Mn+ + N ഇലക്ട്രോൺ ഗീവ്സ് M. ഓക്കെ, ഇത് ആ ഇലക്ട്രോഡിന്റെയാണ്, ആ ഹാഫ് സെല്ലിന്റെയാണ്. അപ്പൊ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ E ഓഫ് Mn+ bar M. ഇത് നമ്മൾ സിങ്കിന് എഴുതി നോക്കൂ, Zn 2+ bar Zn. കോപ്പറിന് എഴുതി നോക്കൂ, Cu2+ bar Cu. സിൽവറിന് എഴുതി നോക്കൂ, Ag+ bar Ag. അത്രേ വരുള്ളൂ. അതിന്റെ ഒക്കെ മുമ്പിൽ ഈ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈസ് ഈക്വൽ ടു, അപ്പൊ E ആണ് കേട്ടോ, E0 അല്ല, സ്റ്റാൻഡേർഡ് അല്ല, ഏത് കണ്ടീഷനിലുള്ളതായ. കാരണം നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക, ഒരു പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ റൂം എല്ലാം അടച്ചു പൂട്ടി ഈ 298 Kelvin ഇതൊന്നും ആക്കാൻ കഴിയില്ല. നമ്മൾ റൂം ടെമ്പറേച്ചർ നമ്മൾ ചെയ്യും.
മനസ്സിലായി? അപ്പൊ അതിന് അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പൊട്ടൻഷ്യൽ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Mn പ്ലസ് ബാർ എം ഈസ് ഈക്വൽ ടു സിങ്ക് ആയാലും കോപ്പർ ആയാലും സിൽവർ ആയാലും വേറെ ഏതായാലും E0 ഓഫ് that electrode Mn plus bar m E0 a standard potential that is available in the literature. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർട്ടിൽ അത് അവൈലബിൾ ആണ്. അത് സയന്റിസ്റ്റുകൾ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മാറ്റേണ്ട കാര്യം. പ്ലസ് 2.303 RT by n, അതിന്റെ താഴെ കേട്ടോ n by n ഡിവൈഡഡ് ബൈ n ലോഗ് തുടർന്നിട്ട് ലോഗ് Mn plus bar m. എന്താ ഇക്വേഷൻ? E0 ഓഫ് ദാറ്റ് ഇലക്ട്രോഡ്, അത് അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ്, പ്ലസ് 2.303 RT, R എന്നാൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314 ബൈ n f, ഇവിടെ എഫ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്യാൻ പറ്റിയത്, ബൈ എഫ് NF. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇവിടെ Mn പ്ലസ് എഴുതിയാലത്തെ n ആണ്. ഇവിടെ ഒരു എഫ് ഉണ്ട്, ആ എഫ് ഞാനിപ്പോ തന്നെ എഫ് ഇട്ടിട്ടില്ലെങ്കിൽ ഇനി മാർക്ക് വരും. Right. 2.303 RT by NF logarithm of concentration of Mn by concentration of M. Concentration of the electrolyte divided by concentration of the metal. അങ്ങനെയാണ്. വലിയ ഇക്വേഷൻ ഒന്നല്ല കേട്ടോ, ഇക്വേഷൻ സിമ്പിൾ. ഇനി അതിൽ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ പറഞ്ഞില്ല. എന്താണ് E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആണ്, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ. F എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദിസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ സിങ്കിന്റെ എഴുതാൻ Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ് Zn. അപ്പൊ 2 ഇലക്ട്രോൺ 2, അതേ ഉള്ളൂ. F ഫാരഡേ ആണ്, ഫാരഡേ. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് 96,500 കൂളൂം പെർ മോൾ. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്, ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്. T ടെമ്പറേച്ചർ, കെൽവിനിലുള്ള ടെമ്പറേച്ചർ. Mn പ്ലസ് എന്ന് എഴുതിയിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് ദ അയോൺ, സിങ്ക് അയോൺസ്, കോപ്പർ അയോൺസ്, അതിന്റെ കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. നേരത്തെ നമ്മൾ ആസിഡ് എടുത്തപ്പോൾ 1 മോളാർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ യു ക്യാൻ യൂസ് എനി കോൺസെൻട്രേഷൻ, നോ പ്രോബ്ലം. കോൺസെൻട്രേഷൻ അറിഞ്ഞാൽ മതി, സ്റ്റാൻഡേർഡ് ആവണമെന്ന്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് സിങ്കിന് എഴുതാം, കോപ്പറിന് എഴുതാം. അപ്പൊ സിങ്കിന്റെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതുക E of Zn2 plus bar Zn give is equal to E0 of Zn2 plus bar Zn plus 2.303 RT by 2F. അവിടെ 2 ആണ് ഇലക്ട്രോൺസ്, 2 into 96,500 log Zn concentration of zinc ions by concentration of zinc. സിങ്കിന്റെ കോൺസെൻട്രേഷൻ എന്താ? മെറ്റലാണ്. മെറ്റലിന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് നമ്മൾ എടുക്കുക, യൂണിറ്റി. അത് ചേഞ്ച് ആവുന്നില്ല എന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്. ഈസ് കൺസിഡേർഡ് ആസ് യൂണിറ്റി. ഇതുപോലെ കോപ്പറിന്റെ എടുക്കാമല്ലോ. എന്നിട്ട് നമ്മൾ ഇത് E ഓഫ് സെൽ ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്താ? E ഓഫ് കാഥോഡ് മൈനസ് E ഓഫ് ആനോഡ്. ഇതില് കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കോപ്പർ ആയിരുന്നു. ആനോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിങ്ക് ആയിരുന്നു. അപ്പൊ കോപ്പറിന്റെ ഈ പൊട്ടൻഷ്യലിൽ നിന്ന് സിങ്കിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്ത് ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. E ഓഫ് കോപ്പർ ബാർ സിങ്ക് ഈസ് ഈക്വൽ ടു E0 ഓഫ് കോപ്പർ ബാർ സിങ്ക്. അതായത് അത് സെല്ലായി. ഇപ്പൊ നമ്മൾ ഈ റെഡിൽ എഴുതിയിട്ടുള്ളത് ആ ഇലക്ട്രോഡാണ്, ഇതിപ്പോ സെല്ലായി. കോപ്പറിന്റെയും സിങ്കിന്റെയും മാത്രമല്ല, E ഓഫ് കോപ്പർ മൈനസ് E ഓഫ് സിങ്ക് ആണ് ഇപ്പൊ നമ്മൾ ഈ കമ്പൈൻ ആയിട്ട് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? E0 ഓഫ് കോപ്പർ ബാർ സിങ്ക് പ്ലസ് 2.303 by RT by NF. Again, F. .303 RT by NF log concentration of Cu2 plus by concentration of Zn2 plus. Okay. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ എഴുതിയിരിക്കുന്ന തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഇതല്ലല്ലോ എന്ന് വിചാരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തുള്ളത്. രണ്ടും ഒന്നാ. ഇവിടെ പ്ലസ് 2.303 RT by NF log Cu2 plus bar Zn2 plus എന്ന് എഴുതിയിട്ടില്ലേ?
അത് തിരിച്ചെഴുതിയപ്പോൾ മൈനസ് ആയിരുന്നില്ല. ടെക്സ്റ്റിൽ അത് മൈനസ് ആയതുകൊണ്ടാണ് അത് മാത്രം ഞാൻ അവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതി. നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. ഇക്വേഷൻ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടിയും കൊടുത്തത് കേട്ടോ. സോ ഇ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ CU bar Zn ഈസ് ഈക്വൽ ടു E0 ഓഫ് സെൽ, ആ സെൽ എന്ന് പറഞ്ഞാൽ CU bar Zn മൈനസ്, അപ്പൊ ഇവിടെ എങ്ങനെയാ ഈ 0.0599 കിട്ടിയത്? അത് ഈ 2.303 RT/NF ചെയ്തതാ. 2.303 ഇൻറ്റു, അതൊക്കെ കോൺസ്റ്റന്റ് ആണ്, 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് കൊടുത്തത്. ബൈ n എന്ന 2 ഇൻറ്റു 96,500. അതിൽ ഈ 2 മാത്രമേ ഇവിടെ എഴുതിയുള്ളൂ. ബാക്കിയുള്ള എല്ലാം കൂടി ചെയ്താലാണ് നമുക്ക് 0.059 എന്ന് കിട്ടുക. 0.0591 എന്നൊക്കെ ഉണ്ട്. ലോഗ് മൈനസ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എഴുതി. അല്ല പ്ലസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ Cu2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് എന്ന് വരുമായിരുന്നു. അത്രേ ഉള്ളൂ. ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇത് ഒരു ജനറൽ ഇക്വേഷനാണ്. ദിസ് ഈസ് എ ജനറൽ ഇക്വേഷൻ. അതായത് നമ്മളിപ്പോ നേരത്തെ എഴുതിയത് ശ്രദ്ധിക്കുക. നേരത്തെ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ ആയിരുന്നു. എന്തായിരുന്നു ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ? എന്തായിരുന്നു? സിങ്ക് പ്ലസ് Cu2 പ്ലസ് gives Cu പ്ലസ് സിങ്ക് 2 പ്ലസ്. ഇതല്ലേ ഇക്വേഷൻ. കാരണം സിങ്ക് ഓക്സിഡൈസ് ചെയ്തു, കോപ്പർ റെഡ്യൂസ് ചെയ്തു, രണ്ടും കൂടി ചേർത്ത് എഴുതി. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് A പ്ലസ് ബി gives C പ്ലസ് D എന്നുള്ളതാണ്. സിങ്കും കോപ്പറൊക്കെ ഒഴിവാക്കി നമ്മൾ രണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് മാറി. എ ജനറൽ ഇലക്ട്രോകെമിക്കൽ ഇക്വേഷൻ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഇപ്പൊ സിങ്ക് ആണെന്ന് വിചാരിച്ചോ, ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് കോപ്പർ ആണെന്ന് വിചാരിച്ചോ, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് അതിന്റെ ഒന്ന് ഓക്സിഡൈസ് ചെയ്തതും ക്യാപിറ്റൽ ഡി എന്നുള്ളത് റെഡ്യൂസ് ചെയ്തതും. അത്രേ ഉള്ളൂ. അപ്പൊ സ്മോൾ ലെറ്റേഴ്സ് എന്തൊക്കെയാ? സ്മോൾ ലെറ്റേഴ്സ് അത് എത്ര എടുത്തു എന്ന് ചിലത് അപ്പൊ സിങ്ക് 2 പ്ലസ് സിങ്ക് പ്ലസ് Cu2 പ്ലസ് gives Cu പ്ലസ് സിങ്ക് 2 പ്ലസ് എന്ന് എഴുതിയതിലൊക്കെ 1 മോൾ ആയതുകൊണ്ടാണ് അതിന്റെ മുമ്പിൽ സംഖ്യ ഇല്ലാഞ്ഞത്. മനസ്സിലായേ? എന്നാൽ ഇതിന് സംഖ്യ ഉള്ളപ്പോ 2, 3, 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഖ്യ ഇടണ്ടേ? അതാണ് സ്മോൾ ലെറ്റർ എ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അങ്ങനെ n ഇലക്ട്രോൺസ്, അത് ഇൻവോൾവ് ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണം. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതിന്റെ നെർസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതിയല്ലോ. നമുക്ക് കോമൺ ആയിട്ട് എന്ത് എഴുതാമല്ലോ. ഇ ഓഫ് സെൽ ഈസ് ഈക്വൽ ടു E0 ഓഫ് സെൽ, അതെല്ലാത്തിലും ഉള്ളതാണ്. മൈനസ് എങ്കിൽ മൈനസ്, പ്ലസ് എങ്കിൽ പ്ലസ്, അതൊരു പ്രശ്നമല്ല. മൈനസ് RT/NF. ഇവിടെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ 2.303 RT/NF എന്ന് നിങ്ങൾക്ക് എഴുതാട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഇപ്പുറത്ത് ln എന്ന് എഴുതിയതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? ലോഗ് എന്ന് എഴുതിയാൽ മതി. ലോഗ് എന്ന് എഴുതുന്നുണ്ടെങ്കിൽ 2.303 ഒപ്പം വേണം. 2.303 ലോഗ് ഈസ് ഈക്വൽ ടു ln. ഒന്നുകൂടി പറയാം. 2.303 ലോഗ് ഈസ് ഈക്വൽ ടു ln. മനസ്സിലായില്ലേ? അത് ലോഗ് മാത്രമാണ് വെച്ചാൽ ln എന്നുള്ളതിന്റെ താഴെ ആയിരിക്കും 2.303. അപ്പൊ ഇവിടെ നമ്മൾ ലോഗ് ആക്കണമെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2.303 RT/NF ലോഗ് Q എന്ന് വരും. ഈ Q എന്താ? ആ Q ആ കോൺസെൻട്രേഷൻ കോഷ്യന്റ് ആണ്. കഴിഞ്ഞ നമ്മൾ കോൺസെൻട്രേഷൻ കോഷ്യന്റ് പഠിച്ചിട്ടുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C, കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A, കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. ഇതാണ് Q എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ അല്ലെന്നുകൊണ്ടാണ് Q എന്ന് എഴുതിയത്, അല്ലെങ്കിൽ K എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഇതില് ന്യൂമറേറ്ററിൽ എഴുതിയിട്ടുള്ളത്? കോൺസെൻട്രേഷൻസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ഡിനോമിനേറ്ററിൽ എഴുതിയിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ആണ് വരുന്നത് നോക്കുക. പ്ലസ് ആണ് വരുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ എഴുതുക പ്രോഡക്റ്റ് റിയാക്റ്റൻസും, താഴെ എഴുതുക പ്രോഡക്റ്റുമായിരിക്കും. ആ വ്യത്യാസം നമ്മൾ മനസ്സിൽ എപ്പോഴും വെച്ചാൽ മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് എപ്പോഴും ഓർക്കണം. ചില 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് തിരിച്ച് ചോദിക്കും. അപ്പൊ നമുക്ക് രണ്ടും വ്യത്യസ്തമായിട്ട് തോന്നും. ആക്ച്വലി അത് ഈ ലോഗിന്റെ വാല്യൂയിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് അവരത് മാനേജ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയൂ. എ പ്ലസ് ബി ബി gives CC പ്ലസ് DD. ഇതിന്റെ ജനറൽ ഇക്വേഷൻ നെർസ്റ്റ് ഇക്വേഷൻ E of cell is equal to E0 of cell minus 2.303 RT/NF log. അങ്ങനെ പഠിച്ചോ, എന്നാലേ അത് നമ്മൾ അത് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈസി ആവുള്ളൂ. മൈനസ് 2.303 RT/NF log concentration of C raised to C, concentration of D raised to D divided by concentration of A raised to A, concentration of B raised to B. ഇതിൽ ലോഹങ്ങൾ ഉണ്ടെങ്കിൽ, മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് യൂണിറ്റി ആയിട്ട് 1 ആയിട്ട് എടുക്കാം. അപ്പൊ × 1 വരും.
അല്ലെങ്കിൽ താഴെയായാലും മുകളിലായാലും ഡിനോമിനേറ്ററിലായാലും ന്യൂമറേറ്ററിലായാലും ആ വാല്യൂ 1 എന്ന് വരും. അത് മാർക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി ഇത് നിങ്ങൾ ഡാനിയൽ സെല്ലിലേക്ക് ഒന്ന് മാറ്റി നോക്കൂ. ഡാനിയൽ സെൽ എന്താ? Zn plus Cu2 plus gives Zn2 plus Cu. അപ്പൊ പ്രോഡക്റ്റ് സൈഡിൽ Zn2 പ്ലസും സിയും ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ C raised to C എന്നുള്ളിടത്ത് Zn2 plus raised to 1, D raised to D എന്നുള്ളിടത്ത് കോപ്പർ, അത് സോളിഡ് ആയതുകൊണ്ട് അവിടെ 1 എന്നെടുത്താൽ അപ്പൊ Zn2 plus ഡിവൈഡഡ് ബൈ താഴെ Cu2 plus. അപ്പൊ പഴയ ഇക്വേഷനിലേക്ക് എത്തി. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ തന്നത്. That general equation can be used for any type of cell representations. അതിന് വേണ്ടിയിട്ടാണ് ഇക്വേഷൻ പഠിക്കേണ്ടത്. ഈ മൈനസും പ്ലസും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വഴിയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അവിടെ മാറ്റം വരുന്നത് ലോഗിന് ശേഷമുള്ളതും ആയിരിക്കും മാറ്റം വരിക. അപ്പൊ മൈനസ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ആണ്, പ്ലസ് ആണെങ്കിൽ റിയാക്റ്റന്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. ഈ വ്യത്യാസം മാത്രമേ അതിനുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ.